എന്താണ് ക്വാളിറ്റി ഫാക്ടർ? അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നോക്കാം നമുക്ക് എന്താണ് ക്വാളിറ്റി ഫാക്ടർ, അതല്ലെങ്കിൽ ക്യൂ ഫാക്ടർ. ക്വാളിറ്റി ഫാക്ടറിന് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ക്യൂ ഫാക്ടർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി കറൻറ്റ് വേഴ്സസ് ആംഗുലർ ഫ്രീക്വൻസി ഗ്രാഫ് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. 1-2 കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലായി. ആംഗുലർ ഫ്രീക്വൻസി റെസിസ്റ്റൻസുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ കറൻറ്റ് വേഴ്സസ് ആംഗുലർ ഫ്രീക്വൻസി ഗ്രാഫിൻ്റെ ഷാർപ്പ്നെസ് ആരുമായിട്ട് ബന്ധമുണ്ട്? റെസിസ്റ്റൻസുമായിട്ട് ബന്ധമുണ്ട്. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ഷാർപ്പ്നെസ് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഷാർപ്പ്നെസ് കുറവായിരിക്കും. I0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് ω/R. IRMS അല്ലെങ്കിൽ I0/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I0യുടെ 70.7% ആ ഒരു കറൻറ്റ്, അതാണ് IRMS. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഫ്രീക്വൻസി നമുക്ക് ലഭിക്കും. ഒന്ന് ω1ഉം രണ്ടാമത്തേത് ω2. ഇവിടെയുള്ള ഈ ഒരു ബാൻഡ് വിഡ്ത്ത്, ω2ഉം ω1ഉം തമ്മിലുള്ള ആ ഒരു ബാൻഡ് വിഡ്ത്ത്, ആ ബാൻഡ് വിഡ്ത്ത് കുറയും തോറും ഷാർപ്പ്നെസ് കൂടുമെന്ന് പറഞ്ഞു. ഷാർപ്പ്നെസ് കൂടുന്തോറും കറൻറ്റും കൂടുമെന്ന് പറഞ്ഞു. ഇനി ഈ വക കാര്യങ്ങൾ, നമ്മുടെ ബാൻഡ് വിഡ്ത്ത്, അതുപോലെ തന്നെ ഷാർപ്പ്നെസ്, ഇവിടെയുള്ള ഈ ഒരു ആംഗുലർ ഫ്രീക്വൻസി, ഇവരുമൊക്കെയുമായി ബന്ധമുള്ള ഒരാളാണ് ക്വാളിറ്റി ഫാക്ടർ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ω1ഉം ω/Rഉം തമ്മിലുള്ള ആ ഒരു ചെറിയൊരു വിഡ്ത്താണ് ഡെൽറ്റ ω. ω/Rഉം ω2ഉം തമ്മിലുള്ള ആ ഒരു വിഡ്ത്ത് എന്ത് തന്നെയാണ്? ഡെൽറ്റ ω തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബാൻഡ് വിഡ്ത്തിനെ നമുക്ക് ω2 മൈനസ് ω1 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡെൽറ്റ ω പ്ലസ് ഡെൽറ്റ ω, 2 ഡെൽറ്റ ω എന്ന് വിളിക്കാം. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് ക്വാളിറ്റി ഫാക്ടർ. വളരെ എളുപ്പമാണ്. ദ ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ സീരീസ് റെസൊണന്റ് സർക്യൂട്ട്, LCR സർക്യൂട്ടാണ്. സീരീസ് റെസൊണന്റ് LCR സർക്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് റെസൊണന്റ് ഫ്രീക്വൻസി, അതായത് ω/R, ടു ദ ബാൻഡ് വിഡ്ത്ത്. അതായത് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസൊണൻസ് കണ്ടീഷനിലിരിക്കുന്ന ഒരു സീരീസ് LCR സർക്യൂട്ടിൻ്റെ ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റേഷ്യോ ആണ്. അതിൻ്റെ ന്യൂമറേറ്ററിൽ ആരാണ്? റെസൊണന്റ് ഫ്രീക്വൻസി, ആംഗുലർ റെസൊണന്റ് ഫ്രീക്വൻസി ω/R ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാണ്? ഇവിടെയുള്ള ഈ ഒരു ബാൻഡ് വിഡ്ത്ത്. ക്വാളിറ്റി ഫാക്ടർ Q is equal to ratio of resonant frequency to the bandwidth. Q is equal to ω/R divided by ω2 minus ω1. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ω2 മൈനസ് ω1 എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ബാൻഡ് വിഡ്ത്ത് ആണ്. ആ ബാൻഡ് വിഡ്ത്ത് നമുക്ക് എന്ത് എഴുതാൻ വേണമെങ്കിൽ ഡെൽറ്റ ω പ്ലസ് ഡെൽറ്റ ω എന്ന് എഴുതാം. ഡെൽറ്റ ω പ്ലസ് ഡെൽറ്റ ω എന്താ? 2 ഡെൽറ്റ ω. അങ്ങനെയെങ്കിൽ ω/R ഡിവൈഡഡ് ബൈ 2 ഡെൽറ്റ ω എന്ന് വിളിക്കും. ഈ 2 ഡെൽറ്റ ω അല്ലെങ്കിൽ ω2 മൈനസ് ω1 ഇവരൊക്കെ വിളിക്കുന്ന പേരെന്താണ്? ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ കൂടുമെന്നർത്ഥം. അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ ഷാർപ്പ്നെസ് കൂടും. വളരെയധികം മുകളിലേക്ക് ഈ ഗ്രാഫ് പോകും, അവിടെ കറൻറ്റ് മാക്സിമം ആയിരിക്കും. ഇനി 2 ഡെൽറ്റ ω നമുക്ക് ബാൻഡ് വിഡ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ω2 മൈനസ് ω1, ഇതാ ഇത് ω2 മൈനസ് ω1 അല്ലെങ്കിൽ 2 ഡെൽറ്റ ω, രണ്ടുപേരും എന്ത് തന്നെയാണ്? ബാൻഡ് വിഡ്ത്ത് തന്നെയാണ്. ഇനി ക്വാളിറ്റി ഫാക്ടർ ക്യൂ ഫാക്ടർ ഈസ് ഡയമെൻഷൻലെസ്. അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. കാരണം എന്താ? ന്യൂമറേറ്ററിൽ കിടക്കുന്ന ആളാരാ? ആംഗുലർ ഫ്രീക്വൻസിയാണ്. താഴെ കിടക്കുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആംഗുലർ ഫ്രീക്വൻസിയാണ്. മുകളിലുള്ള ക്വാണ്ടിറ്റിയും താഴെയുള്ള ക്വാണ്ടിറ്റിയും സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെ യൂണിറ്റുകൾ വെട്ടിപ്പോവും, ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് ക്വാളിറ്റി ഫാക്ടർ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ക്യൂ ഫാക്ടർ ഈസ് ഡയമെൻഷൻലെസ്. ഇനി ഈ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ക്വാളിറ്റി ഫാക്ടർ കൂടുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബാൻഡ് വിഡ്ത്ത് കുറയും. തിരിച്ച് പറയാം, ബാൻഡ് വിഡ്ത്ത് കുറയുകയാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടർ കൂടും. ക്വാളിറ്റി ഫാക്ടർ കൂടുകയാണെങ്കിൽ അതിൻ്റെ ഷാർപ്പ്നെസ് കൂടും. ഷാർപ്പ്നെസ് കൂടുതലാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു കറൻറ്റും ലഭിക്കും. ഇതാണ് ക്വാളിറ്റി ഫാക്ടർ നമുക്ക് അറിയുന്നത് കൊണ്ടുള്ള ഗുണം. ക്വാളിറ്റി ഫാക്ടർ വളരെയധികം കൂടുതലാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ബാൻഡ് വിഡ്ത്ത് കുറവാണെങ്കിൽ അതിൻ്റെ ഷാർപ്പ്നെസ് കൂടുതലാണ്.
ഷാർപ്പ്നെസ് കൂടുതലാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന കറൻറ്റും കൂടുതലായിരിക്കും. നമുക്ക് മാക്സിമം കറണ്ട് തന്നെ ആ ഒരു റെസൊണൻസ് കണ്ടീഷനിലുള്ള സീരീസ് LCR സർക്യൂട്ടിൽ നിന്ന് ലഭിക്കും. അവസാനത്തെ പോയിന്റ്, ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്നാണ്. അതൊരു റേഷ്യോ ആണ്, ഒരേപോലെയുള്ള രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ ആണ്. മുകളിലും ആംഗുലർ ഫ്രീക്വൻസിയാണ്, താഴെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയുടെ ബാൻഡ് വിഡ്ത്താണ്. മുകളിലും താഴെയും ഒരേപോലെയുള്ള ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് ക്യൂ ഫാക്ടറിന് യൂണിറ്റും ഇല്ല, അതേപോലെ തന്നെ ഡയമെൻഷനും ഇല്ല. ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ ഫാക്ടർ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് ഒരു എക്സ്പ്രഷൻ, ശരിക്കും ക്വാളിറ്റി ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ω/2 ഡെൽറ്റ ഒമേഗയാണ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റി ഫാക്ടറിനെ, നമുക്കറിയാം LCR സർക്യൂട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട്. അങ്ങനെയെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിനെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻഡക്റ്റൻസിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ടേംസിൽ എഴുതാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്വാളിറ്റി ഫാക്ടർ ആരുടെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? ആംഗുലർ ഫ്രീക്വൻസിയുടെ ടേമിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റി ഫാക്ടറിനെ റെസിസ്റ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുകയാണ്.